Okay, good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. മാളവിക, ഫാത്തിമ പി കെ, ഷാ സുധീർ, ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം. കൈഫൽ, ശ്രീരജ്, ഷോണി, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. Okay. So in the last class we were discussing regarding sustainable urbanization എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. Sustainable urbanization. Okay. Then urbanization എന്ന് പറഞ്ഞാൽ നമുക്കറിയാം people coming from rural area and they're going to migrate to an urban area because of some factors that we identified, push factors and pull factors. Then we listed out maybe economic factor. These are the different factors, push factor and pull factor. Maybe economic factors, job opportunities will be less, money problem, they're having very less choice to live. Some social factors, environmental factors and political factors, and we listed out push factors and pull factors. നമ്മൾ ഇന്നലെ ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അർബനൈസേഷനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് മെയിൻ പോയിന്റ്സ് ആണ് റിഗാർഡിങ് അർബനൈസേഷൻ. നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം. നമ്മുടെ ഗ്ലോബൽ സ്പേസിൽ ഒരു 2% മാത്രമാണ് മാത്രമാണ് സിറ്റിയിൽ ജീവിക്കുന്നത്. അതായത് സിറ്റി എന്ന് പറയുന്നത് ഗ്ലോബലി ഒരു 2% ഓഫ് അവൈലബിൾ നമ്മുടെ എർത്തിൽ 2% മാത്രമേ സിറ്റി ഉള്ളെന്ന് കരുതുക. അതിൽ 75% ഓഫ് ഗ്ലോബൽ കാർബൺ എമിഷൻ എവിടുന്നാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം സിറ്റി ഓർ അർബൻ ഏരിയാസ് ആണ്. ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. 75% of global carbon emission. 75% of global carbon emission from urban areas. Okay. Then, urban area occupy just 2% of the earth land. Only 2% of earth land. And they are consuming 60 to 80% of global energy. ഈ 2% മാത്രമേ സിറ്റി ഉള്ളൂ വേൾഡിൽ. Then they are emitting 75% of green gases. Then നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 60% to 80% എനർജി ആരെടുക്കുന്നത്? സിറ്റിയിലുള്ള ആൾക്കാരാണ്, അർബൻ ഏരിയാസ് ആണെന്ന് മനസ്സിലാക്കാം. ബിക്കോസ് ദർ വി ക്യാൻ സി ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് മാക്സിമം ആയിരിക്കും ഇവിടെ അർബൻ ഏരിയ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു റിഗാർഡിങ് 12 ഗ്രീൻ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ്. 12 ഗ്രീൻ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 12 പ്രിൻസിപ്പിളും പറയുന്നത് സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യു ഹാവ് ടു ഗോ ഫോർ സസ്റ്റൈനബിലിറ്റി, ലെസ് എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. പൊല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ഹെൽത്തിൽ ഉണ്ടാകുന്ന റിസ്ക്, ഇതൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഇതായിരുന്നു പോയിന്റ്സ് റിഗാർഡിങ് 12 ഗ്രീൻ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അർബനൈസേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 3 പോയിന്റ് ആണ്. ഈ ഒരു 3 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പോയിന്റ്സ് ഒരു ലൈൻ അവിടെ എഴുതിയേക്കുക. To maintain sustainability, urban area should have sustainable development and innovation. Sustainable cities should have sustainable development and innovation. അത് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്,
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ. ഇതിലെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഓർക്കുക, മിനിമൈസേഷൻ ഓഫ് മെറ്റീരിയൽ ഇൻപുട്ട് വിച്ച് എൻ്റർ ഇൻ ടു പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഇൻ അർബൻ ഏരിയാസ്. നമ്മുടെ മിനിമൈസ് ദി മെറ്റീരിയൽ ഇൻപുട്ട്, അതായത് ഇൻപുട്ട് എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് എ റിസോഴ്സ്, റോ മെറ്റീരിയൽ ആണ്. ഇൻപുട്ട് ഈസ് എ റിസോഴ്സ് ഓർ റോ മെറ്റീരിയൽ ഫോർ പെർഫോമിങ് സം പ്രോസസ്സ്. ഈ പ്രോസസ്സാണ് നമുക്ക് എന്ത് തരുന്നത്? ഔട്ട്പുട്ട് ആയിട്ട് മാർക്കറ്റിൽ വരുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുന്നത്. ഔട്ട്പുട്ട് ഈസ് എ പ്രൊഡക്റ്റ്. Output is product. So they are saying in urban areas we have to minimize the material input. Material input minimize എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലെസ് ഇമ്പാക്ട് ഓൺ എർത്ത്, നമ്മളൊന്നും ഡിപ്ലീറ്റ് ചെയ്യുന്നില്ല, ലെസ് ഇമ്പാക്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വി ആർ യൂസിങ് ലെസ് റിസോഴ്സ്. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് പോയിന്റ്. വി ആർ യൂസിങ് വെരി ലെസ് റിസോഴ്സസ്. ഇതൊന്ന് ഓർത്തിരിക്കാം. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് വി ആർ ഫോക്കസിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ അർബൻ ഏരിയാസ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇൻ ഓർഡർ ടു പെർഫോം എ പ്രോസസ്, എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ യൂസിങ് വെരി ലെസ് റിസോഴ്സ് ആസ് ഇൻപുട്ട്. ക്ലിയർ? മുഹസിൻ, എൻ ബി, നന്ദന, നൈനിക ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. നിവേദിത, അശ്വന്ത് ടി കെ, അശ്വൽ എം കെ, എല്ലാവരും പോയോ? സിദ്ധാർത്ഥ്, സുനിൽ, ഷോണിൻ, ഷാനിൽ, ഇവരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു. ഇനി സെക്കൻഡ് പോയിന്റ്, മാക്സിമൈസേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് റീയൂസ്ഡ് ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽ ഇൻ അർബൻ ഏരിയ. മാക്സിമൈസേഷൻ ഓഫ് റീയൂസ്ഡ് ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽ. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. വി ആർ പെർഫോമിങ് എ പ്രോസസ്, വി ആർ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട്, വി ആർ ഗെറ്റിംഗ് എ പ്രൊഡക്റ്റ്. കുറച്ച് നാളത് യൂസ് ചെയ്യുമ്പോൾ എഗെയിൻ വി ആർ റീയൂസ് ചെയ്യുന്നു. വി ആർ റീയൂസ്, വിച്ച് മീൻസ് റീയൂസ് ചെയ്ത് നമുക്ക് പ്രോസസ്സ് ചെയ്യാം. എഗെയിൻ വി ആർ ഗെറ്റിംഗ് സം ഔട്ട്പുട്ട്. ഇങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. വി ഹാവ് ടു റീയൂസ് ഓർ റീസൈക്കിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. വി ഹാവ് ടു റീയൂസ്, റീസൈക്കിൾ. ഈ ഒരു ടേം റീയൂസ് ഓർ റീസൈക്കിൾ എന്തായിരിക്കണം? മാക്സിമൈസേഷൻ ആണ്. മാക്സിമം റീയൂസ്, മാക്സിമം റീസൈക്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഡിക്രീസ് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണെങ്കിൽ മാക്സിമം റീയൂസ് ആൻഡ് മാക്സിമം റീസൈക്കിൾ മീൻസ് വി ക്യാൻ റെഡ്യൂസ് വേസ്റ്റ് പ്രൊഡക്ഷൻ, റെഡ്യൂസ് വേസ്റ്റ്. അതാണ് സെക്കൻഡ് പോയിന്റിന്റെ ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്. ദേ ആർ സെയിങ് മാക്സിമൈസേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് റീയൂസ്ഡ് ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽ ഇൻ അർബൻ ഏരിയാസ്. So thereby we can reduce waste. Then third point, minimization of pollution and waste. We have to minimize discharge of pollution and waste from urban area. നമ്മളിപ്പം പറഞ്ഞു 75% of carbon emission is by urban area and they are consuming 60% of our energy. ഒരു മെയിൻ പാർട്ട് തന്നെ ഇവർ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു മിനിമൈസ് പൊല്യൂഷൻ ആൻഡ് വേസ്റ്റ് ഡിസ്ചാർജ് ഫ്രം അർബൻ ഏരിയ. ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അർബനൈസേഷൻ നമുക്ക് കിട്ടുന്നത്. വി ആർ ഗെറ്റിംഗ് സസ്റ്റൈനബിൾ. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എർത്തിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യാത്ത ഡെവലപ്മെന്റ്. ക്ലിയർ? പോയിന്റ്സ് ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത. മാളവിക, ഫഹദ്, പുണ്യ, സിദ്ധാർത്ഥ്, സുനിൽ, സീലിയ, വിഘ്നേഷ്, എം സി, പ്രണവും അതൊക്കെ അറ്റൻഡൻസ് എടുക്കാനാകുമ്പോൾ എനിക്ക് അറിയാമല്ലോ. ഞാൻ ഇപ്പോൾ അറ്റൻഡൻസ് എടുക്കുകയാണ്, സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. എ കെ ഗോകുൽ, അഭിനവ് ശ്രീനിവാസ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അരുണിമ, അഷ്ബിൻ, ഷാജി, ഗാഥ കൃഷ്ണ. ഞാൻ ഈ മൊമെന്റിൽ അറ്റൻഡൻസ് എടുത്തു കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇതുപോലുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് എഴുതാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സം മെഷേഴ്സ് ടു ബി പ്രാക്ടീസ്ഡ് ഫോർ global sustainable urbanization.
എൻ്റയർ വേൾഡ് നമ്മൾ ഗ്ലോബലി കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു സസ്റ്റൈനബിൾ അർബനൈസേഷന് വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ അർബനൈസേഷൻ വികസനം നാട്ടിലൊക്കെ വേണം, പക്ഷേങ്കിൽ വി ഹാവ് ടു കൺസിഡർ സസ്റ്റൈനബിൾ അർബനൈസേഷന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ഗോളായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ആ പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഗോൾ ഓഫ് സസ്റ്റൈനബിൾ അർബനൈസേഷൻ, മെയിൻ ഗോൾസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ഇൻഡസ്ട്രി ഷുഡ് സ്വിച്ച് ടു ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി ആസ് മച്ച് ആസ് പോസിബിൾ. ദെൻ മാനേജിങ് ദി എക്സിസ്റ്റിംഗ് റിസോഴ്സ് ഇൻ മോർ എഫിഷ്യൻറ്റ് മാനർ. നമുക്ക് ഇംഗ്ലീഷ് വെർബലി തന്നെ എഴുതാൻ പറ്റുന്ന വലിയ കോൺസെപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സെന്റൻസ് ആണ്. എന്താണ് സംഭവം? വി ഹാവ് ടു യൂസ് റിന്യൂവബിൾ എനർജി, റീപ്ലനിഷ് ചെയ്യാൻ പറ്റുന്നത്, കാർബൺ ഗ്യാസ് എമിഷൻ ഇല്ലാത്തത്, പൊല്യൂഷൻ ഇല്ലാത്തത്, ഇതൊക്കെയാണ് റിന്യൂവബിൾ എനർജിയുടെ ബെനിഫിറ്റ്. ദേ ആർ ഫ്രീ ഫ്രം പൊല്യൂഷൻ, ദേ ആർ ഫ്രീ ഫ്രം കാർബൺ ഗ്യാസ് എമിഷൻ, ഓക്കെ, ലെസ് കോസ്റ്റ്ലി ആണ്. അങ്ങനത്തെ കുറേ പോയിന്റ്സ് നമുക്കറിയാം. ഇൻഡസ്ട്രി ഷുഡ് യൂസ് റിന്യൂവബിൾ എനർജി ലൈക്ക് സോളാർ എനർജി, വിൻഡ് എനർജി, ബയോഗ്യാസ്, ബയോ പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ എക്സിസ്റ്റിംഗ് റിസോഴ്സ് ഇൻ മോർ എഫിഷ്യൻറ്റ് മാനർ. നമുക്ക് എന്ത് റിസോഴ്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ മോർ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. സോളാർ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്, സൺ അവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോകില്ല. നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗെറ്റ് എനർജി ഫ്രം സോളാർ എനർജി നമുക്ക് യൂസ് ചെയ്യാം. പ്രസൻസ് ഓഫ് വിൻഡിൽ എനർജി ക്രിയേറ്റ് ചെയ്യാം. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് എനർജി റിസോഴ്സസ് ആണ്, ഷുഡ് ബി ഇൻ പ്രോപ്പർ വേ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. നന്ദന, നിഹാരിക, നിവേദിത, ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഗോപിക, ഓക്കെ, നിഹാരിക, താങ്ക് യു. ആഗ്ന, അജൽ, ആകർഷ്, അനുജിത്ത്, അനുരാഗ് കെ. ഓക്കെ, ദെൻ കമ്മിങ് ടു സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ എഴുതി, ഇൻഡസ്ട്രി ഷുഡ് ഗോ ഫോർ റിന്യൂവബിൾ എനർജി, ക്ലീൻ എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരിക്കണം. എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ദെൻ അപ്രോപ്രിയേറ്റ് ഡെവലപ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് ബേസിക് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ. പ്രോപ്പറായിട്ട് നമ്മൾ ഒരു പ്രോപ്പർ സ്ട്രക്ചർ. വി ഹാവ് ടു പ്രൊവൈഡ് വാട്ടർ ഫെസിലിറ്റി, സാനിറ്റേഷൻ ആൻഡ് ഹൗസിംഗ് ഫോർ അർബൻ റെസിഡൻറ്റ്. ദെൻ ലോക്കൽ ഗവൺമെന്റ് ഷുഡ് ഇംപ്ലിമെന്റ് കണ്ടന്റ് അർബൻ സ്പോൾട്ടസ് ടുവേർഡ്സ് ദി പാത്ത് ഓഫ് സസ്റ്റൈനബിലിറ്റി. നമുക്ക് അർബൻ ഏരിയയിലുള്ള ലോ ആൻഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ദെൻ ക്ലീൻ വാട്ടർ അല്ലെങ്കിൽ ഹൗസിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവണം. ഓക്കെ, നമുക്കറിയാം എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? എക്കണോമിക്കലി സസ്റ്റൈനബിൾ മീൻസ് ഓൾ ദി പേഴ്സൺ ഹാവ് ജോബ്, ഓൾ ദി പേഴ്സൺ ഹാവ് മണി. നമ്മുടെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഫിനാൻഷ്യലി വയബിൾ ആയിട്ടുള്ള നല്ലൊരു കണ്ടീഷനാണ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അപ്പം ആ ഒരു അർബനൈസേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്കലി ഉള്ള ഒരു സസ്റ്റൈനബിലിറ്റി അവർക്ക് ഉണ്ടാവണം. എബവ് പോവേർട്ടി ലൈൻ, ദാരിദ്ര്യമില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വേണം നമ്മൾ പോകാൻ. പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ, റെസിഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം, വാട്ടർ വേണം, സാനിറ്റേഷൻ, ഹൗസിംഗ്, ഇങ്ങനത്തെയുള്ള എല്ലാ ഓപ്ഷൻസും അർബനൈസേഷനിൽ ഉണ്ടാവണം. സാഹില, സാരംഗ് അവിടെ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു 75% ഓഫ് കാർബൺ എമിഷൻ ഈസ് ഫ്രം സിറ്റി തന്നെയാണ് അർബനൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത്, സിറ്റി ലൈഫ് തന്നെയാണ്. സോ വി ഹാവ് ടു പ്രോപ്പർലി മോണിറ്റർ ദി എയർ ക്വാളിറ്റി. കണ്ടോ, പ്രോപ്പർലി മോണിറ്റർ ദി എയർ ക്വാളിറ്റി ഇൻ സിറ്റീസ്. ഓക്കെ, നമുക്കറിയാം ഡൽഹിയിൽ സിറ്റി ഒക്കെ ഒരു 1 വീക്ക് ഒക്കെ അടച്ചിടുന്ന കണ്ടീഷനൊക്കെ വന്നിട്ടുണ്ട്. എന്തായിരുന്നു? പൊല്യൂഷൻ വന്നു, എയർ പൊല്യൂഷൻ വന്നു, സ്കൂളുകളൊക്കെ അടച്ചിട്ടു. ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പ്രോപ്പറായിട്ട് റെഗുലേറ്ററി ബോർഡും റെഗുലേഷൻ ലോ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് കണ്ടീഷൻസ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ദെയർബൈ വി ഹാവ് ടു ഇംപ്രൂവ് എയർ ക്വാളിറ്റി ഇൻ ബിൽറ്റ് എൻവയോൺമെന്റ് ആൻഡ് സിറ്റീസ്. വാട്ടർ ക്വാളിറ്റി പറഞ്ഞു, ദെൻ കമ്മിങ് ടു എയർ ക്വാളിറ്റി. ഒന്ന് ഓർത്തിരിക്കുക, എയർ ക്വാളിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഗ്ലോബലി അർബനൈസേഷൻ നമുക്ക് വേണം, പക്ഷേ നമ്മൾ കുറേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. സസ്റ്റൈനബിലിറ്റിയാണ് നമ്മുടെ ഗോൾ. അതിലേക്ക് വരാനുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഷഹാന, ഷിറിൻ, ഷാനിൽ, ഷോണിൻ, ശ്രീരജ്, മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ശ്രീരജ്, താങ്ക് യു.
നെക്സ്റ്റ് നോക്കാം, എനർജി efficient and low carbon building in the construction sector make cities to reduce the carbon emission. എനർജി എഫിഷ്യൻ്റ് ആയിരിക്കണം, ലോ കാർബൺ ബിൽഡിംഗ്. ഓക്കെ, നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പല എനർജി, ഇപ്പം നമ്മൾ വുഡിനെ മെയിൻ ആയിട്ട് ഒരു എനർജി സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ എന്താ പ്രശ്നം? ബേണിംഗ് ടൈമിൽ ഇറ്റ് വിൽ എമിറ്റ് കാർബൺ, തീർച്ചയായിട്ടും അത് എമിറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് കാർബൺ ഫ്രീ ആയിട്ടുള്ള മാക്സിമം എഫിഷ്യൻസി തരുന്ന ബയോഗ്യാസ് പോലുള്ളത്, ബയോഗ്യാസ് ഫ്യൂവൽസ്, അല്ലെങ്കിൽ സപ്പോസ് ഹീറ്റ് എനർജിക്കാണെങ്കിൽ നമുക്ക് സോളാർ എനർജി റിസീവ് ചെയ്യാൻ പറ്റും. വെള്ളം ചൂടാക്കുക എന്നുള്ള പർപ്പസിനാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ഡയറക്ട്ലി എമിറ്റ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എമിറ്റ് ചെയ്യും. പക്ഷെ വെള്ളം ചൂടാക്കാൻ നമ്മൾ പണ്ട് പഠിച്ച സോളാർ സെല്ല് അല്ലെങ്കിൽ സോളാർ വാട്ടർ ഹീറ്റർ ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് അത്രയും പ്രോബ്ലംസ് ഒഴിവാക്കാം. സോ എനർജി എഫിഷ്യൻ്റ് ആൻഡ് ലോ കാർബൺ ബിൽഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഒരു എക്സാമ്പിളിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, പോയിന്റ്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എഴുതാൻ പറ്റും. Okay, then coming to next slide. Urbanization ഒക്കെ വന്നു, നമുക്ക് എന്ത് ചെയ്യണം? We have to easily access to education. എല്ലാവരും സിറ്റിയിൽ എത്തുന്നത് എന്തിനാണ്? For better health options ആണ്, better education, better job, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടാവും, ഹോസ്പിറ്റൽ ഫെസിലിറ്റി, good transportation, ജോബ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ അർബനൈസേഷനെ ഫോക്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. സോ റൂറൽ ഏരിയ നമ്മൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ആക്സസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റണം. എന്നാലേ നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കുക. Then next point, smart energy generation such as tapping the maximum amount of renewable energy sources, okay, and putting a control over utilization of conventional energy sources. Urbanization വന്നു, സിറ്റി സസ്റ്റൈനബിൾ ആണെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു യൂസ് റിന്യൂവബിൾ എനർജി, റീപ്ലനിഷ് ആവുന്ന ഈസിലി അവൈലബിൾ ആവുന്ന എനർജി സോഴ്സിനെ നമ്മൾ യൂസ് ചെയ്യണം. കൺവെൻഷണൽ എനർജി സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. കൺവെൻഷണൽ എനർജി സോഴ്സ് പ്രോപ്പറായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ലൈക്ക് ഫോസിൽ ഫ്യൂവൽസ്, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ കൺവെൻഷണൽ എനർജിയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മളൊരു കൺട്രോൾ വെക്കണം. ഓക്കെ, കൺവെൻഷണൽ എനർജി, വി ഹാവ് ടു reduce the usage of conventional energy. That is the point. Next point നോക്കുക, at the social level concern from the urban majority should be given prior attention. സോഷ്യൽ ലെവൽ അർബനൈസേഷൻ ഒരു പോയിന്റ് നമ്മൾ പഠിക്കും. സോഷ്യൽ ലെവൽ അർബനൈസേഷൻ പറയുന്നത് എല്ലാവർക്കും ഈക്വൽ കൾച്ചറൽ അഡിക്വസി ഉണ്ടാവണം, പിന്നെ ഈക്വൽ റൈറ്റ് ഫോർ നാച്ചുറൽ, ഫിസിക്കൽ ആൻഡ് എക്കണോമിക്കൽ ക്യാപിറ്റൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം, പേർട്ടി എല്ലാവരും നമുക്ക് ഒഴിവാക്കാൻ പറ്റണം. അങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോഷ്യൽ അർബനൈസേഷൻ നമ്മൾ പറയുന്നുണ്ട്, ആ ഒരു പോയിന്റിൽ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയും. സംഭവം ഇത്രയേ ഉള്ളൂ. സോഷ്യൽ അർബനൈസേഷൻ എന്ന് പറയുന്നത് ജോബ്, ഇപ്പം ഒരു സ്ഥലത്തു നിന്ന് വന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അയാൾക്ക് എന്തായാലും ഒരു സിറ്റിയിൽ ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റണം, അയാൾക്ക് ഈക്വൽ ക്വാളിറ്റി, ഈക്വൽ റൈറ്റ്, ഇങ്ങനെയുള്ള കുറേ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അർബനൈസേഷനിൽ നമുക്ക് കിട്ടണം, ആ ഒരു മെജോറിറ്റി കിട്ടണം എന്നുള്ള പോയിന്റ്സ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. Then city transport has planned properly, okay, to reduce carbon emission. ഈ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സിറ്റി ട്രാൻസ്പോർട്ട് പ്ലാൻ ചെയ്യണം. ഓക്കെ, സിറ്റി ട്രാൻസ്പോർട്ട് നമ്മൾ എങ്ങനെയുള്ളതാക്കണം? കാർബൺ എമിഷൻ കുറവുള്ള രീതിയിലാക്കണം. കാരണം സിറ്റീസ് നിന്നാണ് അറൌണ്ട് 70% നമ്മൾ പറഞ്ഞു. സോ വി ഹാവ് ടു റെഡ്യൂസ് കാർബൺ എമിഷൻ. മാക്സിമം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ എന്ത് ചെയ്യണം? ഡിപ്പെൻഡ് ചെയ്യണം. ഇന്നോവേറ്റീവ് ആൻഡ് സ്മാർട്ട് ട്രാൻസ്പോർട്ട് മെക്കാനിസം നമ്മൾ കൊണ്ടുവരണം.
നെക്സ്റ്റ് പോയിന്റ്, ഇന്നോവേറ്റീവ് ആൻഡ് സ്മാർട്ട് മെക്കാനിസം വേണം. ആൻഡ് വി ഹാവ് ടു റെഡ്യൂസ് കാർബൺ എമിഷൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞ ഒരാൾ, പുണ്യ പ്രദീപ് എന്ന് പറഞ്ഞ നെക്സ്റ്റ് പോയിന്റ്, പ്രാക്ടീസ് ഓഫ് സസ്റ്റൈനബിൾ. എന്താ സംഭവം എന്ന് പറഞ്ഞു? ഞാൻ മാത്രം ഇങ്ങനെ വൺ സൈഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ പോയി കളയും. പുണ്യ. രജത്ത് പി ഒന്ന് പറഞ്ഞേ നെക്സ്റ്റ് പോയിന്റ്, പ്രാക്ടീസ് ഓഫ് സസ്റ്റൈനബിൾ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഹലോ സർ. പറഞ്ഞോളൂ. പ്രാക്ടീസ് ഓഫ് സസ്റ്റൈനബിൾ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂഫ് ടോപ്പിലെല്ലാം. ഓക്കെ. ആൻഡ് വാട്ടർ ട്രീറ്റ്മെന്റ് ഷുഡ് ബി പ്രൊമോട്ടഡ്. അതെ, നമ്മൾ പ്രോപ്പറായിട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് വാട്ടർ ഹാർവെസ്റ്റ്. നമുക്ക് മഴക്കുഴികൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ ടെറസിന്റെ മേലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ദെൻ സാനിറ്റൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ, റീസൈക്കിൾ ചെയ്യാനുള്ള ഓപ്ഷൻ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അർബനൈസേഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ്, മാളവിക എന്ന് പറഞ്ഞ ലാസ്റ്റ് പോയിന്റ്, റോബസ്റ്റ് എഞ്ചിനീയറിംഗ് ഫോർ സസ്റ്റൈനബിൾ സിറ്റീസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ദാറ്റ് കട്ട് അക്രോസ് എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ ബൗണ്ടറീസ്. എന്താ മനസ്സിലായത്? മാളവിക. ഗാഥ കൃഷ്ണ, എന്താ മനസ്സിലായി? ഗാഥ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഗോപിക, റോബസ്റ്റ് എഞ്ചിനീയറിംഗ് ഫോർ സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? മുഹമ്മദ് നാബിൽ, എന്ത് മനസ്സിലായി? ഓക്കെ, റോബസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എഴുതാം. റോബസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ we have to optimize product or process condition. We have to optimize product or process condition, and we have to improve reliability at low cost. Reliability at low cost. ഇതാണ് റോബസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. എന്താ പറഞ്ഞത്? റോബസ്റ്റ് എഞ്ചിനീയറിംഗ് ഫോർ സസ്റ്റൈനബിൾ സിറ്റീസ്, വിച്ച് മീൻസ് ലോവർ കോസ്റ്റിൽ വി ഹാവ് ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി. പ്രൊഡക്റ്റിലും പ്രോസസ്സിലും ഒക്കെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവണം. റോബസ്റ്റ് എഞ്ചിനീയറിംഗ് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഈ കുറച്ച് പോയിന്റ്സ് ക്ലിയർ ആണോ? പിന്നെ ഒരു പോയിന്റ്സ് നേരത്തെ പറയാനുള്ളത്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ് ടു അറ്റൈൻ ഗോൾ ഓഫ് അർബൻ സസ്റ്റൈനബിലിറ്റി. അർബൻ സസ്റ്റൈനബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നതിൽ ഭയങ്കരമായ ഇൻവെസ്റ്റ്മെന്റ് വേണം. നമ്മൾ ഒരു പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത്രയും മെഷീനറീസും മെക്കാനിസവും വേണം, നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇല്ലാത്ത ടെക്നോളജി ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അത്രയും ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്. നൈനിക എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് കൺക്ലൂഡ് ചെയ്തേ മെയിൻ പോയിന്റ്സ്. ഗോകുൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഗോകുൽ. അശ്വിൻ പവിത്രൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അശ്വിൻ. അശ്വിൻ ഒന്ന് മൈക്കിൽ പറഞ്ഞേ, എന്തൊക്കെ മനസ്സിലായി ഇതില്? അർബനൈസേഷൻ ആണ് ഗോള്, എന്തൊക്കെ ചിന്തിക്കണം? 2 പോയിന്റിലും പറ. ഹലോ, അശ്വിൻ പറഞ്ഞോ.
അല്ല അർബനൈസേഷനും ഇൻവെസ്റ്റ്മെന്റും നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം. ദെൻ പിന്നെ ഈ കുറേ സ്ലൈഡ് എന്തൊക്കെ? റീസൈക്കിൾ ചെയ്യണം. ഓക്കെ. ദെൻ വാട്ടർ ക്വാളിറ്റി വേണം, എയർ ക്വാളിറ്റി വേണം, പൊല്യൂഷൻ കുറക്കണം. യെസ്. പിന്നെ മെറ്റീരിയൽ കൺസംഷനും പ്രൊഡക്ഷനും എല്ലാം കൂട്ടണം. മെറ്റീരിയൽ കൺസപ്ഷൻ കുറക്കണം ആൻഡ് എഫിഷ്യൻസി ഉള്ള പ്രൊഡക്ഷൻ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റണം. ദെൻ കൺവെൻഷണൽ എനർജീനെ യൂസേജ് നമ്മൾ കൺട്രോൾ ചെയ്യണം. റിന്യൂവബിൾ എനർജീനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇങ്ങനെ കുറെ പോയിന്റ്സ് അങ്ങ് തട്ടി വിട്ടാൽ മതി. ഓക്കെ സർ. ഓക്കെ. ദെൻ ഷഹാന ഷിറിൻ മൈക്കിൽ നിന്ന് റെസ്പോണ്ട് ചെയ്ത ഷഹാന ഷിറിൻ. ഒരു 2 പോയിന്റ് പറഞ്ഞ പോലെ എന്തൊക്കെയാണ്? സിറ്റി ട്രാൻസ്പോർട്ട് നമ്മൾ ഗ്ലോബൽ ട്രാൻസ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യണം. സിറ്റി ട്രാൻസ്പോർട്ടിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം. വി ഹാവ് ടു റെഡ്യൂസ് കാർബൺ എമിഷൻ. ദെൻ പ്രാക്ടീസ് ഓഫ് സസ്റ്റൈനബിൾ വാട്ടർ. ഓക്കെ, വാട്ടർ ഹാർവെസ്റ്റിംഗ് വേണം. വി ഹാവ് ടു റീസൈക്കിൾ ആൻഡ് റീയൂസ്. ദെൻ റോബസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്യൂസ്ഡ് മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്ന രീതിയിലുള്ള ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ദെൻ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതാം, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അപ്പൊ അർബനൈസേഷൻ നമുക്ക് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? എക്കണോമിക്കലി സസ്റ്റൈനബിൾ ആയിരിക്കണം. എക്കണോമിക് സസ്റ്റൈനബിലിറ്റി മീൻസ് പോവേർട്ടി ഇല്ല, എല്ലാവർക്കും ജോബ്, എല്ലാവർക്കും സാലറി, ആ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലൈനിലായിട്ട് എഴുതാം, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഹൈഫൺ എഴുതാം, ബെനിഫിറ്റ് ടു ഓൾ കമ്മ്യൂണിറ്റി. ബെനിഫിറ്റ് ടു ഓൾ കമ്മ്യൂണിറ്റി without damaging or depleting the natural resources. Economic sustainability means benefit to all community without damaging or depleting the natural resources. Okay, then production എന്ന് ഹൈഫൺ ഇട്ട് എഴുതാം. പ്രൊഡക്ഷൻ മീൻസ് റീസൈക്ലബിൾ ആയിരിക്കണം. പ്രൊഡക്ഷൻ ഫോക്കസിങ് റീസൈക്ലിംഗ്. ഓക്കെ, then all action should benefit a long term benefit to community. ലോങ് ടേം ബെനിഫിറ്റ് ടു കമ്മ്യൂണിറ്റി. നമ്മുടെ ഒരു ജനറേഷൻ അല്ല, കമ്മിങ് ജനറേഷൻ, അവരുടെ ജനറേഷൻ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോക്കസിങ് സസ്റ്റൈനബിലിറ്റി ആൻഡ് എ ലോങ് ടേം ബെനിഫിറ്റ് ടു കമ്മ്യൂണിറ്റി. അർബനൈസേഷൻ, അതിൽ വരുന്ന ടോപ്പിക്കാണ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞു, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട്. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഹൈഫൺ ഇട്ട് എഴുതുക. equal right to natural, physical and economical capital. Equal right to natural, physical and economical capital. Social sustainability എഴുതാം, which refers to the fairness. ഫെയർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഫെയർ ആയിട്ടുള്ള ഒരു അർബനൈസേഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ചെയ്താലും ഒരു ലോങ് ടേമിൽ
റിസോഴ്സും എൻവയോൺമെന്റ്, നമ്മൾ എൻവയോൺമെന്റ് റിസോഴ്സ് അതിന്റെ യൂസ് അത് ഒരു ബാലൻസിൽ ശരിക്കും പോകണം. അല്ലെങ്കിൽ എന്താവും, ഡിപ്ലീഷൻ ആണ് ഉണ്ടാവുക, എക്സ്റ്റിങ്ഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ഒരു പോയിന്റ് അവിടെ എഴുതിയേക്കാം. കൺസിഡർ ദി റിലേഷൻ ബിറ്റ്വീൻ environmental resources and services. Consider the relation between environmental resources and services and the demand over them. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അർബനൈസേഷനിലെ എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഓർക്കുക. അർബൻ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് മീൻവൈൽ ആക്ച്വലി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ആണ്. നമ്മൾ അർബൻ ഏരിയ സിറ്റിയിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ വി ഹാവ് ടു കൺസിഡർ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. കമ്മ്യൂണിറ്റി സസ്റ്റൈനബിൾ ആയിരിക്കണം. നമുക്ക് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി വേണം, മീൻസ് ജോലി, ഫിനാൻസ് സൗകര്യങ്ങൾ, കാര്യങ്ങളൊക്കെ വേണം. ദെൻ എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി വേണം. ദെൻ ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി വേണം, ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ അർബൻ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും പോയിന്റ് ആണ് മെയിൻ ആയിട്ടും അർബനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, സസ്റ്റൈനബിൾ അർബനൈസേഷനിലെ കുറച്ച് കാര്യങ്ങൾ. ഒന്ന് രണ്ട് പോയിന്റ്സ് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു സൈഡ് ഹെഡിങ് എഴുതാം, സസ്റ്റൈനബിൾ സിറ്റീസ്. സസ്റ്റൈനബിൾ സിറ്റി എന്താണ്? സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സസ്റ്റൈനബിൾ സിറ്റി ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യാം. സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. വാട്ട് ഈസ് സസ്റ്റൈനബിൾ സിറ്റി? ഓക്കെ, ഒരു ലൈൻ അവിടെ എഴുതിയേക്കാം. സസ്റ്റൈനബിൾ സിറ്റി designed with the consideration of environmental impact. Okay, consideration of environmental impact. Then sustainable city എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറയാൻ പോവാണ് മിനിമൈസേഷൻ ഓഫ് എനർജി. റിക്വയർഡ് എനർജിനെ നമ്മൾ മിനിമൈസ് ചെയ്യാം. മിനിമൈസ് എനർജി. എ സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ എനർജി യൂസേജ് മിനിമം ആയിരിക്കണം. മിനിമൈസ് എനർജി. സെക്കൻഡ് വൺ, സഫിഷ്യന്റ് വാട്ടർ ആൻഡ് ഫുഡ്. വേണ്ട വാട്ടറും ഫുഡ് ഫെസിലിറ്റിയും നമുക്ക് ഉണ്ടാവണം. സസ്റ്റൈനബിൾ സിറ്റി മീൻസ് സഫിഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ ആൻഡ് ഫുഡ് ഫെസിലിറ്റി ഉണ്ടാവണം. ലെസ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ലെസ് വേസ്റ്റ്. നമുക്കറിയാം നമ്മുടെ ഗ്ലോബലി ക്ലീൻ വില്ലേജ് അല്ലെങ്കിൽ ക്ലീൻ സിറ്റി ഇങ്ങനെ കുറേ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു? ഇങ്ങനെയുള്ള കുറേ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. മിനിമൈസ് എനർജി, സഫിഷ്യന്റ് വാട്ടർ ആൻഡ് ഫുഡ്, ലെസ് വേസ്റ്റ് ഉണ്ടാവണം. ലെസ് വേസ്റ്റേ പാടുള്ളൂ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ കുറവായിരിക്കണം. എയർ പൊല്യൂഷൻ കുറവായിരിക്കണം. അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ കുറവായിരിക്കണം. ഓക്കെ, ദെൻ എമിഷൻ ഓഫ് CO2 ആൻഡ് മീത്തൈൻ. CO2 എമിഷൻ മിനിമം ആയിരിക്കണം. മീത്തൈൻ എമിഷൻ കുറവായിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സിനെ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു
സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. സസ്റ്റൈനബിൾ സിറ്റി ആക്ച്വലി നമുക്കൊരു എന്താ പറയുക സിറ്റി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റി തന്നെയാണ്, ഡെവലപ്ഡ് ആണ്, കുറേ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടാവും. ബട്ട് അവർ എൻവയോൺമെന്റൽ ഇമ്പാക്ട് കുറവായിരിക്കണം. They are using very less amount of energy, having sufficient water and food. They are producing very less waste. No air pollution, അല്ലെങ്കിൽ minimum air pollution, minimum water pollution, emission of CO2 and methane minimum ആയിരിക്കണം. ഇങ്ങനെയുള്ള സിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സസ്റ്റൈനബിൾ സിറ്റി ഒരു ഹൈഫൺ എഴുതാം. സസ്റ്റൈനബിൾ സിറ്റി ഹൈഫൺ ഡെവലപ്മെന്റ് without affecting our environment, local or global resources. ഓക്കെ, ഇത്രയും പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മോശമായ രീതിയിൽ നമ്മുടെ ഗ്ലോബലി ഓർ ലോക്കലി ഉള്ള റിസോഴ്സിനെ ഒന്നും എഫക്ട് ചെയ്യാത്തുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും ഒരു സസ്റ്റൈനബിൾ സിറ്റിയുടെ ഡെവലപ്മെന്റ്. ഓക്കെ, ഇത്രയും പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്.